അതിവിശാലമായ മംഗോളിയൻ പുൽമേടുകളുടെ ശാന്തതയിൽ ഇവിടെയുള്ള ബാക്ട്രിയൻ ഒട്ടകങ്ങൾ പലപ്പോഴും ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അമ്മ തൻ്റെ പുതുതായി ജനിച്ച കുഞ്ഞിനെ സ്വീകരിക്കാതെ ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിൽ കാറ്റിൽ അകന്നു പോകും പോലെ അമ്മ അതിനെ ശ്രദ്ധിക്കാതെയാവും. പക്ഷേ മൃഗങ്ങളും പുൽമേടുകളും ആത്മാവിൻ്റെ ഭാഗമായ മനുഷ്യർ ഈ അമ്മയെയും അമ്മ ഉപേക്ഷിച്ച കുഞ്ഞിനെയും ഒരുമിപ്പിക്കുവാൻ അത്ഭുതകരമായ ഒരു ചടങ്ങിലേക്ക് കടക്കും, ഒരു പ്രത്യേക പാട്ടിലേക്ക്. മംഗോളിയൻ ക്യാമൽ കോക്സിംഗ് റിച്വൽ എന്ന പേരിൽ ഈ പാട്ട് യുനെസ്കോ അടിയന്തരമായി സംരക്ഷിക്കേണ്ട ഒരു ചടങ്ങാണ് എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇത് ഒരു സാധാരണ പാട്ടല്ല. മാതൃസ്നേഹത്തെ ഉണർത്തുന്ന, ആ അമ്മയുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന, അവരുടെ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്ന ഹൃദ്യമായ ഒരു സംഗീതമാണ്. മോറിൻ ഖൂർ എന്ന മംഗോളിയൻ വാദ്യത്തിൻ്റെ താളത്തിൽ മംഗോളിയൻ ആട്ടിടയർ അമ്മയുടെയും പിരിഞ്ഞുപോയ കുഞ്ഞിനെയും അടുത്തിരുത്തി ആ പാട്ട് പാടുന്നു. ആ താളം അതിവിശാലമായ പച്ചപ്പുൽമേടുകളുടെ നിശബ്ദതയെ തകർക്കുന്ന ഒരു വിലാപം പോലെയാണ്. ഓരോ നാദവും പതിയെ പതിയെ അമ്മയുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു. അവൾ തലതിരിഞ്ഞു നോക്കുന്നു. കണ്ണുകളിൽ ഒരു മാറ്റം കാണാം. അവൾ പതിയെ കുഞ്ഞിനെ അരികെ വിളിക്കുന്നു. അവസാനം പതിയെ പാല് കൊടുക്കുവാൻ ആരംഭിക്കുന്നു. ഒരു പാട്ട്, ഒരു വാദ്യം, ഒരു കൂട്ടം മനുഷ്യർ, ഇവർ പാരമ്പര്യമായി പഠിച്ച ഒരു പാഠം, ഇവ ചേർന്ന് ഒരു കുടുംബത്തെ ഒന്നിപ്പിക്കുന്ന കാഴ്ചയാണിത്. ഈ കാഴ്ച ഇന്നും യുനെസ്കോ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള അതീവ സ്നേഹബന്ധം പാടിയെടുക്കുന്ന ഈ കാഴ്ച നമ്മളെ അത്ഭുതപ്പെടുത്തും. സംഗീതം ഒരു ഭാഷ മാത്രമല്ല, അതൊരു ബന്ധമാണ്. ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് ഉള്ള ഒരു വഴിയാണ് എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് നമുക്ക് വേണ്ടത്?